എന്തെങ്കിലും കയ്യിൽ പറ്റി നമ്മള് തച്ചു കുറിച്ച്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആ ചാനലിൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗായ്സ്, കുറേ ദിവസമായിട്ട് ഞാൻ ഷോർട്ട് ഉണ്ടതിൻ്റെ കടിയിൽ എല്ലാവരും പറയുന്നുണ്ട് പുതിയ വീടിൻ്റെ ഹോം ടൂർ ഒന്ന് കാണിച്ചു തരുമെന്ന്. അപ്പോൾ എന്തായാലും ഗായ്സ്, നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോണത് നമ്മുടെ ന്യൂ ഹോമിൻ്റെ ഒരു ഹോം ടൂറാണ്. അപ്പോൾ എന്തായാലും വലിച്ചു നീട്ടില്ല, ഞാൻ ഇൻട്രോ നമുക്ക് വൈകാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വീടിൻ്റെ ചുറ്റോറൊക്കെ ഒന്ന് കണ്ടോക്കാട്ടാ. ഇതിങ്ങനെ ചുറ്റോറും അതിലൊക്കെ ഇട്ട് ഒന്നാകെ മെറ്റലൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വീടാണ്. മെയിൻ ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം നിന്നോടത്ത് കുഴൽ കിണറായിരുന്നു. ഇവിടെ അങ്ങനെയല്ല കേട്ടോ, കിണറാണ് ഗൈസ്. അത് നമുക്ക് ഇങ്ങനെ കോര. വീടിൻ്റെ ഭാഗത്തായിട്ടാണ്, അവിടെയാണ് നമ്മളെ കിണർ വരുന്നത് കേട്ടോ. ഇതാണ് കിണർ. നല്ല അടിപൊളി വെള്ളം ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇത് നെറ്റിട്ട് വെച്ചിക്കാണ്. ഇതാ ഇങ്ങനെ ഗ്രില്ല് കണ്ടോടൊക്കെ നല്ല അടിപൊളി. എന്താ പറയുക, കണ്ണുനീര് പോലത്തെ വെള്ളം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു വെള്ളമാണ്. ഇവിടെ വന്നതിൻ്റെ ശേഷം ഉണ്ടോ നല്ല അടിപൊളി വെള്ളം കുടിക്കൽ തുടങ്ങി. എൻ്റെ വീട്ടിൽ വന്ന സാധാരണ ഇവിടുത്തെ കുടിക്കണത് നമ്മൾ കുഴക്കാനത്തെ വെള്ളം എന്ന് പറയുമ്പോൾ ഒരു ചുവയ്ക്ക് വ്യത്യാസം വരുമല്ലോ. പക്ഷെ ഇവിടെ വന്നതിൻ്റെ ശേഷം നല്ല അടിപൊളി വെള്ളമാണ്. അപ്പം നമുക്ക് ഈ കിണറൊക്കെ ഒന്ന് മൂടിയിടാം കേട്ടോ. എന്തെങ്കിലും വീണുണ്ടെങ്കിൽ ഇതിങ്ങനെ ശരിയാവില്ല. നമ്മളെ വീടിൻ്റെ ബാക്ക് ഭാഗം കേട്ടോ ഈ കാണുന്നത്. ഇവിടെ എന്താണ് നമ്മളുടെ മിമ്മി അല്ല കേട്ടോ, അതിൻ്റെ കുടുവിൻ്റെ കൂടാണിത്. പക്ഷെ നമ്മൾ മിമ്മിക്ക് കൊടുന്നു കൊടുത്താണ് കുടുവിനെ കാണാതായതിൻ്റെ ശേഷം. പിന്നെ ഒരു തത്തമ്മ ഉണ്ടായിരുന്നു, തത്തമ്മൻ്റെ കൂടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഉള്ള വേറൊരു ഉപകാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, തോരടാനൊക്കെ ഭയങ്കര ഹെൽപ്പായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഇങ്ങനെയാണ് നമ്മുടെ ബാക്ക് ഭാഗം ഇരിക്കുന്നത് ഗൈസ്. മിമ്മി ഇങ്ങനെ ചെറിഞ്ഞു നോക്കണുണ്ടെങ്കിൽ വേറെ ഒന്നല്ല, അപ്പുറത്തൊരു പൂച്ചനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെയാണ് ആ പൂച്ചേനെയും കുട്ടീനെയും കണ്ടിട്ടാണ് മൂപ്പരാൾ ഇമ്മാതിരി ചർച്ചിൽ നോക്കണത്. അങ്ങോട്ട് നോക്കാൻ നിൽക്കണ കണ്ടിട്ട് നായ്ക്കളൊക്കെ ഒന്നാകെ എടുത്തു പിടിച്ച് മിമ്മി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാവുക ഈ യുദ്ധഭൂമിയിൽ ഏതോ ഒരു പുതിയ ബടന്ന് മൂപ്പരാളാദ്യമായിട്ടും കാണുന്നത് തോന്നുന്നുണ്ട്. അമ്മ അതിങ്ങനെ എടുത്ത് പിടിച്ച് നിൽക്കുന്നു. ഞാൻ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചെറിയ ബ്രദർ വന്നിട്ടുണ്ട്. ദാ അച്ഛനെ സ്കൂൾ വിട്ട് വരികയാണ് കേട്ടോ. ദാ ഹായ് എടുത്താ, ഹായ് ഹായ് ആരാ. അപ്പം നല്ല അച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, നമ്മളുടെ സ്വന്തം വീടല്ല, നമ്മളുടെ പുതിയതായിട്ട് ഷിഫ്റ്റ് ആക്കിയ വീടാണ്, നമ്മളെ വാടക വീടാണ്. അതും എൻ്റെ ഫാമിലി കേട്ടോ. അടിച്ചിക്കണം അവിടെ വെച്ച്. ഓൻ്റെ സൈക്കിളിൻ്റെ കാറ്റൊക്കെ എന്താ പറയുക, ടയറിൻ്റെ പഞ്ചറായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാം. പിരു ഇതാ ഇതെൻ്റെ ബർത്ത്ഡേക്ക് നമ്മൾ എടുത്തോടുത്ത സൈക്കിളാണ്. അപ്പോൾ ഇത് ഓടിച്ച് അധികം കൊണ്ടുനടക്കാൻ പറ്റിയിട്ടില്ല. അപ്പോഴത്തെ ആ മൂപ്പരാൾ പഞ്ചറൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടിയിരിക്കണം കേട്ടോ. അവരൊക്കെ സൈക്കിൾ മേലാണ് സവാരി. അതുകൊണ്ട് തന്നെ ഓനക്ക് നന്നാക്കി കിട്ടണം എന്ന് പറഞ്ഞിട്ട് സ്കൂള് വിട്ട് വരുമ്പോഴത്തേനും നന്നാക്കി വെക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാറ്റൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചതാണ്. നമ്മൾ പുറത്തത്തെ കാഴ്ചയുള്ള വീഡിയോ അങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് നല്ലൊരു മഴ പെയ്തിട്ടുണ്ട് കണ്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഉള്ളിലേക്ക് വല്ലരെ കയറിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉള്ളത്തെ കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടുത്തെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് തന്നെ കടയാണ് ഗൈസ്. നമുക്ക് മുട്ടായിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക, വാങ്ങാൻ പോരുക, അതൊക്കെ ഭയങ്കര ഒരു എളുപ്പമാണ് കേട്ടോ. അവിടെ നമുക്ക് എന്താണെങ്കിലും ഫ്രണ്ടിൽ തന്നെ കടയാണ്. അതൊരു മെയിൻ പോയിൻ്റാണ്. ഇതാണ് നമ്മുടെ വീടിൻ്റെ സിറ്റൗട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ അച്ചു വന്നിട്ട് നേരെ ബാഗ് ഇവിടെ വെച്ച് പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ മക്കളൊക്കെ അങ്ങനെയാണല്ലേ, സ്കൂൾ കഴിഞ്ഞ് വന്നാൽ നേരെ ബാഗ് കൊടുന്നിടല് കൊലൈമലേക്കാരോ. ഇനിയിപ്പോൾ ഞാനല്ലെങ്കിൽ ഇമ്മ ആരെങ്കിലുമൊക്കെ വീട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഭാഗത്ത് കൊണ്ടുപോയി വെക്കണം കേട്ടോ ബാഗ്. ഇവിടെ ആകെ ഉള്ളത് 3 റൂമും 2 ബാത്റൂമും പിന്നെ അടക്കള, ഇങ്ങനെ ഒരു സിറ്റൗട്ട് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഹാൾക്ക് പോയേക്കാം. വലിയൊരു ഡൈനിങ് ഹാളാണ് കേട്ടോ, നല്ല സ്പേസിയസ് ആയിട്ടുള്ള വലിയൊരു ഡൈനിങ് ഹാളാണ്. പിന്നെ നമ്മൾ ഡൈനിങ് ടേബിൾ ഇതാ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് 2 ടേബിൾ ഉണ്ട്. ഒന്ന് ഇട്ടിരിക്കുന്നത് എന്താ പറയുക, കിച്ചണിക്ക് കയറുന്ന ആ ഭാഗത്താണ്. പിന്നെ മെയിൻ ടേബിൾ ഇതാ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഒക്കെ പോട്ടാ. അതിൻ്റെ ബെഡ്റൂമാണ്. ഇപ്പം ഞാനാണ് കിടക്കുന്നത് ഗൈസ്. ഞാനും ഉമ്മയും കൂടിയാണ് കിടക്കണം ഒന്നിച്ചിട്ട്. ബാബു വരുമ്പോൾ ഞാനും ബാബും കൂടി അവിടെ കിടക്കും. ഇവിടെ എൻ്റെ അമ്മ കിടന്നു ഉറങ്ങാണ് കേട്ടോ അമ്മാൻ്റെ റൂമിൽ. കാരണം ഉച്ചക്കത്തെ ഫുഡ് അടി കഴിഞ്ഞതിൻ്റെ ശേഷം മൂപ്പര് നല്ലൊരു ഉറക്കത്തിലാണ്. ഇപ്പോഴാണ് ഉമ്മാക്ക് സത്യം പറയുകയാണെങ്കിൽ കുറച്ച് ഉറങ്ങാനൊക്കെ ടൈം കിട്ടണേ, കയ്യിൽ കേടായതിൻ്റെ ശേഷം. അപ്പോൾ നല്ല ഉറക്കത്തിലാണ് ആൾ. ഞാൻ അങ്ങോട്ട് സൂം ചെയ്യുന്നില്ല. അപ്പം എന്താ പറയുക, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പുതിയതായിട്ട് ഒരു അൾമാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ആ അൾമാറ. ഇത് എൻ്റെ ഉമ്മാൻ്റെ മാത്രം അൾമാറ. ഉമ്മ ഇറങ്ങാന്ന് പറയുമോ, ഇതൊക്കെ ഒരാളെ ഡ്രസ്സ് തുറന്നു വരുന്നതാണ് എന്നാണ്. സോറി, നാവ് അങ്ങോട്ടും ഇങ്ങോട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു അൾമാറ. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂം.
എൻ്റെ മമ്മീൻ്റെ ബെഡ്റൂം. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഷാനുവിൻ്റെ ബെഡ്റൂമൊക്കെ പോവാം. ഷാനുവിൻ്റെ ബെഡ്റൂം ആണെങ്കിൽ നമ്മുടെ ഡൈനിങ് ഹാൾക്ക് കിടക്കണ മെയിൻ വാതിലില്ലേ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഇതാണ് കേട്ടോ. ഓന് കിടന്നുറങ്ങാണെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ കിടന്നുറങ്ങല്ല. അതിൻ്റെ ഉള്ളിൽ കാണാതിരിക്കാൻ വേണ്ടിങ്ങാണ്ട് കിടക്കുകയാണ്. മൂപ്പര് നല്ല ഫോൺ കാണുന്ന പരിപാടിയിലായിരുന്നു. കട്ടില് നന്നാക്കാൻ വേണ്ടി കൊടുത്തേക്കാണ്. നമ്മളിങ്ങനെ കൊണ്ടുവന്നതിൻ്റെ ഇടയിൽ കട്ടിലിന് ചെറിയ ഡാമേജ് പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നാക്കാൻ വേണ്ടി കൊടുത്തേക്കാണ്. പഴയ അൾമാറയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിൽ പിന്നെ അച്ചുവിൻ്റെ ഡ്രസ്സ്, ഓൻ്റെ ഡ്രസ്സ്, ഉമ്മാൻ്റെതും ഉണ്ട്. അപ്പം അങ്ങനെയാണ്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട്. ഇപ്പം നമ്മൾ വീട് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നും കൂടിയൊക്കെ ഒന്ന് സെറ്റായി വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അടുത്തതായിട്ട് നമുക്ക് ബിന്ദിൻ്റെ റൂമിൽ പോയേക്കാം. ബിന്ദിൻ്റെ റൂമെന്ന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓളിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക, നമ്മൾ ഇപ്പോൾ എങ്ങനെ യൂസ് ചെയ്യണമെന്നറിയാം. ഒന്നാകെ എന്താ പറയുക, ഡ്രസ്സ് തോരടാനാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. അതിൽ ഇപ്രാവശ്യം ബിന്ദി എന്താ പറയുക ലീവിന് വന്നപ്പോൾ നിൽക്കാൻ വന്നപ്പോൾ ചോദിച്ച്, നിങ്ങൾ ഞാൻ ഇല്ലാന്ന് വിചാരിച്ച് എൻ്റെ റൂമൊക്കെ പാടി അയലിട്ടിങ്ങാണ്ട് ഡ്രസ്സ് തൂക്കാനാക്കിക്കണമെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതിനുള്ളിൽ നിന്നാകെ ഡ്രസ്സാണ് ഗൈസ്. ഇതാ ബെഡ് മാത്രമേ ഉള്ളൂ, നമ്മൾ കട്ടിലില്ല ഗൈസ്. അപ്പോൾ അത് അങ്ങനെ ഇട്ടുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഫുള്ള് പോകാൻ വയ്യ, ഫുള്ള് ഡ്രസ്സ് കൊണ്ടാണ്. പിന്നെ ഉള്ളത് ഇത് ഇവിടെ നമ്മളുടെ ഷോക്കേസാണ്. ക്ലാസ്സുകളാണ് മെയിനായിട്ടുള്ളത്. പിന്നെ 2-3 ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ ഒന്ന് സെറ്റാക്കി കാണാം. നമ്മൾ മാറിനന്ന് നല്ല വൃത്തിക്കും മെനക്കും ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി പോകുമല്ലോ അല്ലേ. പിന്നെ ഇതാ നമ്മുടെ മെയിനായിട്ടുള്ള ബാത്റൂം. ഡൈനിങ് ഹാളിൽ തന്നെയാണ് ബാത്റൂം. റൂമിൽ എന്താ പറയുക അറ്റാച്ച്ഡ് അല്ല, പബ്ലിക്കായിട്ട് ഡൈനിങ് ഹാൾ ഒരു ബാത്റൂം ഉണ്ട്. ഇതാണ് ടോയ്ലറ്റ്. അങ്ങനെ ടോയ്ലറ്റാണ്. അടുത്തതായിട്ട് പോകാൻ പോണത് നമ്മളുടെ കിച്ചൺക്കാണ് കേട്ടോ. ഇങ്ങനെയാണ് കിച്ചൺക്കുള്ള ഡോറ്. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ ടേബിൾ ഉണ്ടല്ലോ, ആ ടേബിൾ ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. ഇത് പിന്നെ നമ്മളധികം യൂസ് ചെയ്യാത്ത ടോയ്ലറ്റാണ് കേട്ടോ. പക്ഷേ എന്താ പറയുക, സാധാ ടോയ്ലറ്റ് ഇല്ല, ആ ഒരു ടോയ്ലറ്റാണ് അധികം യൂസ് ചെയ്യാറില്ല. നമ്മൾ മെയിനായിട്ട് ആ ഒരു ടോയ്ലറ്റാണ് യൂസ് ചെയ്യുക. പിന്നെ അധികം ടേബിൾ ഇട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ കിടക്കാനുള്ള ആ ഒരു ഗ്യാപ്പ് ഇവിടെ വരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ വന്നിട്ട് നമ്മളെ ഫ്രിഡ്ജ് ഇവിടെയാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ തന്നെ. ഇതാണ് നമ്മളുടെ കിച്ചണിൽ അധികം എന്താ പറയുക ഈ വലിയ വലിയ കബോർഡും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇതൊരു പഴയ ടൈപ്പ് അങ്ങനത്തെ, എന്നാലും പുതിയ അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു നന്നാക്കിയതാണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല നമുക്ക് കൈകാര്യമൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി വീടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സത്യം പറയുകയാണെങ്കിൽ വീട് മാറിയതിന് ശേഷം അധികം ബാബുവിൻ്റെ കൂടെ പോയി നിന്നിട്ടില്ല. വേറെ ഒന്നുമല്ല, ഞാൻ ഇവിടെ 2 ദിവസം നിൽക്കാൻ വന്നപ്പോൾ, ബിന്ദി ലീവിന് വന്നപ്പോൾ, ലീവല്ല ബിന്ദി വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഓളെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അതിൽ പിന്നെ അമ്മക്ക് വെജാതായി. പിന്നെ അമ്മക്ക് ഇനി മാറി പണിക്ക് പോണ വരെ ഞാൻ ഇവിടെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ എന്തായാലും ഇവിടെ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കിച്ചണൊക്കെ വരുന്നത്. പിന്നെ ബാക്കിലേക്കുള്ള ഡോർ ഇതാണ് കേട്ടോ. ഈ ഡോറിനൊരു കളിയുണ്ട്, കുറച്ച് നേരം പിടിച്ച് വലിക്കണം എന്നേ കിട്ടുള്ളൂ. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ബാക്കിലേക്ക് ഇറങ്ങാനുള്ളൊരു വഴി കേട്ടോ. ഒരു കുഞ്ഞി ഇടനാഴിക എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഇങ്ങനെ ഒരു കുഞ്ഞൊരു ഇതാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ നമ്മളിതാ ബെഡ്റൂമൊക്കെ വന്നിട്ടുണ്ട്. അച്ചു 3 നേരം ഇവിടെ നിന്നാണ്ട് ഫുഡ് കഴിക്കുന്നിട്ടോ. അവനക്ക് വന്നാൽ പിന്നെ അവൻ ഫുഡ് കഴിക്കൽ നിലത്തിരുന്നിട്ടാണ്, നമ്മളെ ടേബിളിൽ ഇരുന്നിട്ടൊന്നല്ല. പിന്നെ ഇതാ കുറേ പേര് ഞാൻ ഉമ്മാൻ്റെ കയ്യിന് കെട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഷോർട്ട് ഇട്ടപ്പോൾ ഉമ്മാക്ക് എന്താ പറ്റിയത്, ഉമ്മാക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മാനോട് തന്നെ ചോദിച്ചേക്കാം ഉമ്മാൻ്റെ കയ്യിന് എന്താ പറ്റിയെന്നുള്ളത്. ഉമ്മ എന്തെങ്കിലും കയ്യിൽ പറ്റി? നമ്മൾ തച്ചു കുറിച്ച് സാധനെ ഞാൻ തച്ചു കുറിച്ചാ. ഇത് ബസ് ബ്രേക്ക് പിടിച്ചപ്പോൾ ഞാൻ നിൽക്കേന് ഭയങ്കര തിരക്കേന്. നമ്മളെ ലൈല ബസ്സിൽ എല്ലാവർക്കും അറിയാം, ലൈല ബസ് അറിയുന്നവർക്ക് അറിയാം എങ്ങനെ പോവലെന്ന്. ആ ബസ്സിൽ നിൽക്കുന്നിടത്തുനിന്ന് മുന്നിൽ കണ്ട് പോയി ഒലഞ്ഞ് കഴിയും. അന്നൊന്നും വേദന ചെയ്യുന്നു, ഒലഞ്ഞ് ഓൽക്കറിയും, കാരണം ഓൽക്ക് ഒലഞ്ഞ് കയറാൻ എന്താണ്. അങ്ങനെ ആയതാണ് കൈ ഇങ്ങനെ ആയതല്ല, അന്ന് ചെറിയൊരു വേദന മൂപ്പരാക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനും ബാബു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാബു കൊണ്ടേ കാട്ടുക അപ്പം തന്നെ മാറും, നിങ്ങൾക്ക് പിറ്റേന്ന് പണിക്കൊക്കെ പോവാന്ന് പറഞ്ഞ് ശ്രദ്ധിക്കാതെ ആയി നമ്മളെ വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഉമ്മ കൊടും വെള്ളൂലമ്മ അതെടുത്ത് പൊക്കണതിൻ്റെ ഇടയിൽ എൻ്റെ അമ്മാൻ്റെ കയ്യിൽ ഒന്നും കൂടി പണി കിട്ടി അല്ലേ. അങ്ങനെയാണ് ഈ ഒരു കൈ ഇങ്ങനെ കെട്ടേണ്ടി വന്നത്. ഇപ്പോൾ എത്ര ദിവസമായി നിങ്ങൾ പണിക്ക് പോയിട്ട്? 5-6 ദിവസമായി. 5-6 ദിവസമായി. മൂപ്പരാക്ക് ഇങ്ങനെ ഇരുപുരി സഞ്ചാരമാണ്. ഞാൻ ഇങ്ങനെ കുറച്ചോനെ 3 ദിവസം പണിക്ക് പോവാൻ നിൽക്കാമെന്ന് പറഞ്ഞാണ്ടാണ് ഇന്ന് രാത്രി കെട്ടയച്ചിടും എന്നൊക്കെ പറയുന്നുണ്ട്. വെള്ളിയാഴ്ചയാണ് ശരിക്കും കെട്ടയച്ചിടാന്ന് ഡോക്ടർ പറഞ്ഞത്. അങ്ങോട്ട് ചെല്ലാനേ പറഞ്ഞിട്ടുള്ളൂ, അയക്കാന്നൊന്നും പറഞ്ഞിട്ടില്ല. ആൺകുട്ടികളെ പിന്നെ എന്താ പറയാ 40 കുളിച്ചുമ്പോൾ 1 ദിവസം മുന്നേ കുളിച്ചൂലേ, അതേപോലെ എൻ്റെ കൈ വെള്ളിയാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ
ഇന്ന് രാത്രി കെട്ടയച്ചു. ഇന്ന് രാത്രി കെട്ടേക്കെന്ന് പറഞ്ഞിട്ടാണ് ഈ കിടക്കുന്നത്. എന്നിട്ട് നാളെ പണിക്ക് പോകും. കുറെ സൈബല് വാരി തന്നിട്ട് പള്ളിക്ക് എത്തണില്ല. പൈപ്പാണ് എപ്പോഴും പോ. എന്നോട് അറിയാട്ടാ എനിക്ക് കൈകൊണ്ട് ചോറ് വാരി തന്നാൻ പൂതിയ പോലെ തുടങ്ങിയിരിക്കണെന്ന്. അപ്പൊ എന്തായാലും ഇപ്പൊ ഏതായാലും എല്ലാരും വീഡിയോ കാണുക. ബാക്കിയുള്ളതൊന്നും എനിക്ക് പറയാനറിയില്ല. അവര് പറയും ഉച്ചക്ക് ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങിയതാണ്. ഇപ്പോഴാണ് നീക്കണേ. ചായയും കടിയൊന്നും വേണ്ട മദറേ. ഞങ്ങൾക്ക് ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എന്തിനാ അവിടെ നിന്ന് സുഖിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അത് ഇങ്ങനൊക്കെ കൈ ഒടിഞ്ഞിരുന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ സുഖിക്കാൻ പറ്റാ. എത്ര വയസ്സായി ചോദിച്ചോക്കെ ആ വയസ്സിന്റെ ഉള്ളിൽ നടാടാണ്. ആ അത് സത്യാട്ടോ. ഇമ്മാക്ക് കയ്യിന് ഇങ്ങനെ ഡാമേജ് പറ്റണത് ഫസ്റ്റ് ടൈമാണ്. പക്ഷെ കുടുക്കിയിട്ടില്ല. ഇപ്പോഴും ഞാൻ ഒറ്റക്കായിട്ട് ഒക്കെ എടുത്തുറക്കണ. അതെ അതെ, കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. ബിന്ദി ഇന്നലെ ഹോസ്റ്റലിൽ പോയതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റക്കാണ് വീട്ടിലത്തെ കാര്യം. അപ്പം ഉമ്മാക്കൊരു ഇടങ്ങേറി ഇന്നെ ഒറ്റക്കിടാൻ. പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് ഒറ്റക്കൈ കൊണ്ട് ബിരിയാണിയൊക്കെ മൂപ്പരാൾ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കിച്ചണിൽ കുറേ ഒറ്റക്കൈ കൊണ്ടാണെങ്കിലും എല്ലാ സഹായങ്ങളൊക്കെ മൂപ്പരാൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അമ്മക്ക് ഭയങ്കര സ്നേഹം. കുട്ടി ഒറ്റക്കാണല്ലോ ഉറപ്പേ ഈ വീട്ടിലത്തെ എല്ലാ പണി. എന്നിട്ട് ഷാനുവിനോട് ഷാനോ ഇതിലും ഒറ്റക്കുള്ളൂ, ആ പണി എടുത്തോർത്താ ഈ പണി എടുത്തോർത്താ ഇറങ്ങാണ്ട് ഇമ്മ പിന്നാലെ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. നമ്മളെ വീടൊക്കെ നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം വാടക വീടാണ്. അത് ഞാൻ പറഞ്ഞു വാടക വീടാണ്, നമ്മളുടെ സ്വന്തം വീടല്ല. നമ്മളെ വീട് പണിയൊക്കെ നടന്നു കൊടുക്കലമ്മ. എൻ്റെ തറയിൽ മണ്ണിട്ടിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും തോരക്കി എനിക്ക് പെരാകാൻ. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പെര കയറാം. 25 കൊല്ലമായി കോട്ടേഴ്സിൽ ഇങ്ങനെ നിൽക്കണം. മാറി എനിക്കൊരു പെര നിങ്ങളെല്ലാവരും ദോയുണ്ടെങ്കിൽ പടച്ചോ പെട്ടെന്ന് തന്നെ ആക്കി തരും. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പം എന്തായാലും ഗൈസ്, എന്തായാലും നിങ്ങൾ ചോദിച്ച പോലെ തന്നെ ഹോം ടൂർ ചെയ്യാൻ പറ്റി. ഞാൻ വിചാരിച്ചതല്ല, കുറേ ദിവസമായി ചോദിക്കാൻ തുടങ്ങിയിട്ട്. എന്നാലും എന്നെ കൊണ്ട് പറ്റണ മാതിരി പെട്ടെന്ന് എടുത്തെന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് ഇത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോസൊക്കെ കണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.